ഇന്നിപ്പോൾ അജ്മാനിലെ അൽയാസ്മീനിലുള്ള വില്ലയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു കോർണർ പ്ലോട്ടായിട്ട് വരുന്ന വില്ലയാണ്. അപ്പം മതിലിൻ്റെ രണ്ട് സൈഡിൽ നിന്നും എൻട്രൻസ് ഉണ്ട്. ഞാനിപ്പോൾ സൈഡിലുള്ള എൻട്രൻസ് വഴിയാണ് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഫൗണ്ടെയിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം കുറച്ച് വിട്ട് കുറഞ്ഞിട്ടുള്ള ഒരു മുറ്റമാണ് ഈ ഭാഗത്ത് വരുന്നത്. പിന്നെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഈ ഭാഗത്തും ആ ഒരു കോണിപ്പടിയൊക്കെ വരുന്ന ഏരിയയാണ്. അവിടവും അത്യാവശ്യം വീതി കുറഞ്ഞ ഒരു മുറ്റമാണ് വരുന്നത്. നമുക്കപ്പം ഉള്ളിലേക്ക് പോയിട്ട് അവിടുത്തെ ഡീറ്റെയിലിങ്ങും കൂടെ എങ്ങനെയാണെന്ന് കാണാം. ഇതാണ് മതിലിൻ്റെ പുറം ഭാഗം വരുന്നത്. ഇവിടെ ഒരു ചെറിയ ഗേറ്റാണ്. പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ഒരു 7-8 വണ്ടി മിനിമം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ മറുഭാഗത്ത് എത്തുമ്പം ഇവിടെയും ഒരു ചെറിയ ഗേറ്റും വലിയ ഗേറ്റും ഉണ്ട്. പിന്നെ ഉള്ളിലായിട്ടൊരു ഷെയ്ഡഡ് കാർ പോർച്ചും വരുന്നുണ്ട്. ഫുള്ളായിട്ട് ഇലക്ട്രിക്കൽ വർക്കൊക്കെ കഴിഞ്ഞ വീടുകളാണെങ്കിൽ മിക്കവാറും ഒക്കെ ജനറേറ്റർ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റർ ഓണാക്കി കാണിച്ചു തരും. അപ്പോൾ നമുക്ക് എല്ലാ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിന് അത് ഹെൽപ്പ് ആവാറുണ്ട്. ഈ എൻട്രൻസിനകത്തേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കോണിപ്പടിയും നേരെ പോയാൽ മജ്ലിസും റൈറ്റ് സൈഡിൽ ഹോളും ആണ് വരുന്നത്. ഇതാണ് മെയിൻ ഹോള്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഫൗണ്ടെയിൻ കാണുന്ന വിധത്തിലാണ് ഈ ഒരു ഹോള് വരുന്നത്. അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ആ സ്റ്റെയറിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് മജ്ലിസിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. പിന്നെ മജ്ലിസിന് ഇപ്പം കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ മെയിൻ എൻട്രൻസ് അപ്പുറത്ത് സൈഡിൽ നിന്നും വരുന്നുണ്ട്. അവിടെയാണ് ഒരു വലിയ ഗേറ്റും ഒരു കാർ പോർച്ചും ഒരു ചെറിയ ഗേറ്റും വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയ റൂം വരുന്നുണ്ട്. ഇത് മെയ്ഡ് റൂമായിട്ട് യൂസ് ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആൾ വന്നിട്ടില്ല. അവർ വന്നിട്ട് ജനറേറ്റർ ഓൺ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂമും വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ കിച്ചൺ വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുള്ള ഒരു കിച്ചണാണ്. ഇപ്പോൾ താഴെയാണെങ്കിലും ഒരു ലെയർ 3 സൈഡിലും ഇങ്ങനെ ഒരു ലെയർ കബേർഡുകൾ വന്നിട്ടുണ്ട്. മുകളിൽ ഒരു ഫസ്റ്റ് ലെയർ കബേർഡുകൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാനും അതിന് മുകളിലായിട്ട് എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ റൗണ്ട് തന്നെ ഇങ്ങനെ കബേർഡുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് റേഞ്ചൊക്കെ ഓൾറെഡി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് ഡ്രോയറുകളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൻ്റെ ഏരിയയ്ക്കും ഒക്കെ സെപ്പറേറ്റ് ഇങ്ങനെ കബേർഡ് പോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ജനറേറ്റർ ഓൺ ആക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വാഷ്റൂമാണ്. പിന്നെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് കാണാം. അകത്ത് നോക്കുവാണെങ്കിൽ ഈ കിച്ചണിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു റൂമിൽ നിന്നും ഈ ഹോളിൽ നിന്നും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ഒരു വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മജ്ലിസ് ഒന്ന് നോക്കാം. ജനറേറ്ററൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സീലിങ്ങിലെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നതിനൊക്കെ എളുപ്പമാണ്. ഇപ്പം ഞങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റെപ്പിന് മുകളിൽ ലൈറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇരുട്ടിൽ മുകളിൽ ചെന്നിട്ട് മുകളിൽ നിന്ന് സ്വിച്ച് ഇടണം. താഴെ സ്വിച്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് വെട്ടിപ്പൊളിക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ അതൊന്നും പിന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ ചെയ്തു തരും. പക്ഷേ നമ്മൾ താമസമായതിനു ശേഷം ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടാമത് ഇങ്ങനെ വെട്ടിപ്പൊളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര പൊടി കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് മജ്ലിസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഈ ഭാഗത്താണ് മെയിൻ എൻട്രൻസ് വരുന്നത്. റൈറ്റ് സൈഡിൽ കാർ പോർച്ചും പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയ ഗേറ്റുമാണ് വരുന്നത്. പിന്നെ മജ്ലിസിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു വാഷ്റൂമും വരുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. സ്റ്റെപ്പിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ ഡെക്കറേഷനൊക്കെ വെക്കാം. പിന്നെ എന്നെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ ആദ്യം ഈ ഒരു ഗ്ലാസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ ചെടികളൊക്കെ വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലമൊക്കെ ഇവിടെ കാണുന്നുണ്ടായിരുന്നു. ഇനി മുകളിലേക്ക് ചെല്ലുമ്പോൾ അത്യാവശ്യം എല്ലായിടത്തും നല്ല വെളിച്ചമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിൻഡോസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല വെളിച്ചമുണ്ട്. പിന്നെ മുകളിലെത്തുമ്പം ഇവിടെയും ഒരു ഹോളെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ ഒരു ഓപ്പൺ ഏരിയ വരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ 4 സൈഡിലുമായിട്ടാണ് 4 റൂം വരുന്നത്. പിന്നെ ഈ ഭാഗത്ത് ഒരു ചെറിയ ബാൽക്കണിയും വന്നിട്ടുണ്ട്. ആ റോഡിലേക്ക് വ്യൂ വരുന്ന ബാൽക്കണിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വീട് എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിപ്പം ചിലപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ടൈൽസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ അവർ നമുക്കത് ചെയ്ത് തരാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു 1-2 ടൈൽസിന് ഇങ്ങനെ ഒരു ചെറിയ ഇളക്കമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറ്റുവാണെങ്കിൽ താമസമാവുന്നതിന് മുന്നേ തന്നെ കണ്ടുപിടിച്ച് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ റൂം. ഒരു സൈഡ് വാളിൽ ഫുള്ളായിട്ട് തന്നെ കബേർഡുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാഷ്റൂമിലേക്ക് പോകുമ്പോഴും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്ടബൊക്കെ ഉള്ള ടൈപ്പ് വാഷ്റൂം തന്നെയാണ്. ഇതാണ് രണ്ടാമത്തെ റൂം. ഇവിടെ വാഷ്റൂമിലേക്ക് പോകുന്ന ഭാഗത്തായിട്ടാണ് കബേർഡുകൾ കൊടുത്തിരിക്കുന്നത്. വാഷ്റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂം തന്നെയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ റൂം കൂടി ഒന്ന് നോക്കാം. മൂന്നാമത്തെ റൂമും ഓൾമോസ്റ്റ് സെയിം. നമ്മളിപ്പോൾ രണ്ടാമത് കണ്ട അതേ റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ് വരുന്നത്. സീലിങ്ങും പാറ്റേണും ഒക്കെ സെയിം തന്നെയാണ്. ഇവിടെയും 2 കബേർഡ് ഉണ്ട്. അതുപോലെ ഉള്ളിലേക്ക് പോകുമ്പോഴും സെയിം സൈസിലുള്ള വാഷ്റൂം കാര്യങ്ങളൊക്കെ തന്നെയാണ്.
നാലാമത്തെ ബെഡ്റൂമും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് കണ്ടതായിരിക്കണം മാസ്റ്റർ ബെഡ്റൂം. അവിടെ കുറച്ചുകൂടി വലിപ്പത്തിലുള്ള റൂമും അതുപോലെ ബാത്റൂമും ഒക്കെ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ 4 റൂമുകളും ഈ ഒരു മെയിൻ ഹാളിലേക്ക് ആക്സസബിൾ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പം മൊത്തത്തിൽ മുകളിൽ 4 ബെഡ്റൂം, പിന്നെ താഴെ കിച്ചണോട് ചേർന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, ഞാനത് മെയ്ഡ് റൂം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, അത് ഒരു ബെഡ്റൂമാണ്. പിന്നെ കിച്ചന് പുറത്തായിട്ട് ഒരു മെയ്ഡ് റൂം കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ 5 ബെഡ്റൂം, ഒരു മെയ്ഡ് റൂം, ഒരു ഹോള്, ഒരു മജ്ലിസ്, ഇങ്ങനെയാണ് വരുന്നത്. ഏരിയ 3000+ സ്ക്വയർ മീറ്റേഴ്സ് ആണ് വരുന്നത്. 3000+ സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഈ വില്ലയുടെ ലൊക്കേഷൻ വരുന്നത് ഹമിദിയ പാർക്കിൽ നിന്ന് നമ്മൾ നേരെ വരുമ്പോൾ ഒരു റൗണ്ട് ബോട്ട് വരുന്നുണ്ട്. ആ റൗണ്ട് ബോട്ട് കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കുറച്ചധികം വീടുകൾ ഫോർ സെയിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലിപ്പം കോർണർ പ്ലോട്ടിലുള്ള ഒരു വില്ലയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം ഇത് പാർക്കിന് തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. പിന്നെ നല്ല വൈഡായിട്ടുള്ള പാർക്കിംഗ് ഏരിയയും ഒക്കെയാണ് വരുന്നത്. ടാറിട്ട റോഡും മെയിൻ റോഡിന് അടുപ്പിച്ചുമായിട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു ലൈനിലുള്ള വില്ലകൾക്കൊക്കെ ഒരു 2 മില്യൺ ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. ഇതൊക്കെ ഉള്ളിലോട്ട് എത്തുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ലോവർ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടാവുക. ഈ പാർക്കിംഗ് ഏരിയ പിന്നെ ആ റോഡിൻ്റെ ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ആ ഒരു വില്ലയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ കാണണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ആ ഒരു ഏരിയയിൽ വന്നിട്ട് അത്യാവശ്യം എല്ലായിടത്തും പുറത്ത് അവിടെ ഓൾറെഡി സെക്യൂരിറ്റി ഉണ്ടാവും, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ കയറിയിട്ട് കാണാൻ പറ്റും. ഇതിപ്പം കോർണർ പ്ലോട്ടായിട്ട് വരുന്ന വില്ലയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ ഇതുപോലെ വില്ലകളുടെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. ഞാൻ റിയൽ എസ്റ്റേറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇടയ്ക്ക് 1-2 പേരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ വില്ലകൾ അപ്പാർട്ട്മെൻറ്റൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നമ്മളങ്ങനെ ഇടാറുണ്ട് എന്ന് മാത്രം. അപ്പം ഇതുപോലെ പുതിയ വീഡിയോകളും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.